ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് വിഷസ്. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ കർക്കിടക രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളായ പുണർത നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽപ്പെട്ടവർക്കും പൂയ നക്ഷത്രക്കാർക്കും ആയില്യം നക്ഷത്രക്കാർക്കും, അതായത് കർക്കിടക കൂറുകാർക്കും, അതുപോലെ കർക്കിടക രാശി തന്നെ ലഗ്നമായി വന്നിരിക്കുന്ന ജാതകക്കാർക്കും ഈ ഒരു വർഷക്കാലത്ത് സംഭവിക്കാനിടയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഫലനിരൂപണം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശ ഫലനിരൂപണം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. കാരണം എല്ലാവരുടെയും ജാതക സംബന്ധമായിട്ടുള്ള ഗോചരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനവും അതുപോലെ ദശ അപഹാര കാലഘട്ടങ്ങളുടെയും ഒക്കെ സ്വാധീനം ജാതകത്തിൽ ഉൾപ്പെടും എന്നുകൂടി ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഏറെക്കുറെയുള്ള ഒരു ഗുണദോഷ സമ്മിശ്രമായ നിരൂപണം മാത്രമായിട്ട് ഈ വീഡിയോ കണക്കാക്കുക. വ്യാഴം 12-ഉം 1-ഉം ഭാവങ്ങളിലും ശനി 9-ാം ഭാവത്തിലും രാഹു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ഉദാരമനസ്കതയിലൂടെയുള്ള സൗഭാഗ്യം, സാമൂഹിക വിജയം, വ്യയാധിക്യം എന്നിവ ഉണ്ടാകാം. ശാസ്ത്രീയമായിട്ടുള്ള അഭിരുചികളും വിമർശനാത്മകമായ മനസ്സും, ദൂരയാത്ര അല്ലെങ്കിൽ വിദേശ കാര്യങ്ങൾ, ബന്ധുക്കളുടെ വേർപാട്, പിന്നെ നമ്മുടെ പ്രവൃത്തികൾക്കുള്ള അംഗീകാരം എന്നിവയൊക്കെയും ഈ വർഷക്കാലത്ത് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും വിപുലമായി പോകുന്ന ഒരവസ്ഥാവിശേഷം തുടക്ക കാലഘട്ടത്തിൽ വ്യാഴം 12-ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മുടക്കം ഉണ്ടാകുന്നതായിട്ട്, അതുപോലെ സ്ഥാനഭ്രംശവും വിദേശ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും ഈ 12-ാം ഭാവം ആയതുകൊണ്ട് തന്നെ 12-ാം ഭാവത്തിൽ കൂടിയുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഇച്ചിരി ഗുണകരമല്ലാത്ത അവസ്ഥാവിശേഷങ്ങളായിരിക്കും തുടക്കകാലത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ചിങ്ങമാസത്തിൽ ധനനാശം, നേത്രരോഗം, അന്യന്മാരിൽ നിന്നുള്ള വഞ്ചന എന്നീ ഫലങ്ങൾ ഉണ്ടാകാം. സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭം, സുബ്രഹ്മണ്യ പ്രസാദം, ശത്രുനാശം എന്നിവ ഭവിക്കും. സ്വന്തം ബന്ധുക്കളോടുകൂടി കലഹിക്കേണ്ടതായി വരും. രാജ്യദൂഷണകരങ്ങളായ വാക്കുകൾ നിമിത്തം ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും ഉണ്ടാകാം. പല വിധത്തിലുള്ള ദ്രവ്യലാഭവും വസ്ത്ര ആഭരണ പുഷ്ടിയും ഉണ്ടാകും. കന്നിമാസത്തിൽ ധനലാഭവും ശത്രുനാശവും ധനപുഷ്ടിയും ആരോഗ്യവും സംഭവിക്കും. ദുർജനങ്ങളോട് ഉള്ള സഹവാസവും ഉദരരോഗവും ജ്വരവും രക്തസ്രാവവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഭയവും രാജകോപവും ഉണ്ടാകാം. ധനധാന്യ ലാഭം, അതുപോലെ എല്ലാ രത്നങ്ങളാലും അലങ്കൃതനായിരിക്കുന്ന അവസ്ഥ, രാജാവിനാൽ മാനിതനായിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയുള്ള കുറേ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകാം. തുലാമാസത്തിൽ സ്ത്രീസുഖത്തിന് വിഘ്നവും രോഗദുഃഖങ്ങളും സംഭവിക്കുന്നത് സ്വാഭാവികമാകാം. തുലാമാസത്തിൽ സ്ത്രീസുഖത്തിന് വിഘ്നവും രോഗദുഃഖങ്ങളും സംഭവിക്കാം. ധനലാഭവും ബന്ധുക്കൾക്ക് ഐശ്വര്യവും കുടുംബത്തിന് അഭിവൃദ്ധിയും വന്നുചേരും. തൻ്റെ അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വവും അന്യസ്ഥാനങ്ങളിൽ നിന്ന് ബഹുമാനസിദ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും സംഭവിക്കും. വൃശ്ചിക മാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും പീഡ അനുഭവിക്കപ്പെടാം. ശത്രുക്കളിൽ നിന്നുള്ള ഭയം, സന്താനങ്ങൾ നിമിത്തം ദുഃഖം, രോഗം കൊണ്ടുള്ള ഭയം എന്നിവയും ഉണ്ടാകാം. എല്ലായ്പ്പോഴും ഭാര്യയോടും പുത്രന്മാരോടും കലഹിക്കുന്ന അവസ്ഥാവിശേഷവും ബന്ധുജനങ്ങളോടൊത്ത് കഴിയുവാനുള്ള സാഹചര്യവും ഐശ്വര്യവും ഉണ്ടാവും. ധനുമാസത്തിൽ രോഗശമനവും ശത്രുക്കൾക്ക് നാശവും ദുഃഖശാന്തിയും സംഭവിക്കും. ചെമ്പ്, സ്വർണം എന്നിവയുടെ ലാഭവും കലഹം കൊണ്ടുള്ള ഭയവും ശത്രുക്കളിൽ നിന്നുള്ള അകലവും ഉണ്ടാകും. മകരമാസത്തിൽ വഴിയാത്രയും ദീനതയും ഉദരസംബന്ധമായ രോഗങ്ങളും സംഭവിക്കും. കാര്യങ്ങൾക്ക് വിജയം, സൗഭാഗ്യം, ഉന്നത സ്ഥാനലാഭം എന്നിവയും കാണുന്നു. സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ കരുതിയിരിക്കണം. കുംഭമാസത്തിൽ സ്ത്രീകളിൽ നിന്നുള്ള വെറുപ്പും രാജാവിൽ നിന്നുള്ള ഭയവും രോഗങ്ങളും ഉണ്ടാകും. ഭാര്യാകലഹവും ഉദര നേത്ര രോഗങ്ങളും കരുതിയിരിക്കണം. കാര്യവിജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസുഖം, സാമർഥ്യം ഇവ സംഭവിക്കാം. വീടിന് ആവശ്യമായ ഉപകരണങ്ങൾ, രത്നങ്ങൾ, സ്ത്രീകൾ ഇവകളെ കൊണ്ട് സുഖാനുഭൂതിയും ഉണ്ടാവും. മീനമാസത്തിൽ ആപത്തും ദീനതയും മഹാരോഗങ്ങളും സദ്വൃത്തിക്ക് ഭംഗവും സംഭവിക്കാം. ഒടിവ്, ചതവ് മുതലായവ ഉണ്ടാവുകയും രക്തകോപം മൂലമുള്ള രോഗങ്ങളും മാനഹാനിയും മനസ്സിന് വിഷമവും സംഭവിച്ചേക്കാം.
ധനലാഭവും ധാർമ്മികമായ കാര്യങ്ങൾക്ക് സാധ്യവും സൗഖ്യവും ഉണ്ടാകും. മേടമാസത്തിൽ ധനനാശം, പലവിധ രോഗങ്ങൾ, കാര്യങ്ങളിൽ പരാജയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മത്സരവും മാനഹാനിയും ഉണ്ടാകാം. ഇടവമാസത്തിൽ സകല കാര്യങ്ങൾക്ക് സാധ്യവും എല്ലായിടത്തും ജയവും സംഭവിക്കും. പലവിധേന ലാഭങ്ങൾ ഉണ്ടാകും. നല്ലവണ്ണം ഉള്ള സംസാരവും സുഖവും കാര്യവിജയവും ഭാര്യാപുത്രാദികളോട് ഒത്തുകഴിയുന്ന സാഹചര്യവും സംജാതമാകും. വസ്ത്രാഭരണ പുഷ്ടിയും കൈവരും. മിഥുനമാസത്തിൽ സ്ഥാനലാഭം, ഐശ്വര്യം, സത്പ്രവർത്തികൾ എന്നിവ സംഭവിക്കും. ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും ഉപദ്രവമുണ്ടാകാം. ആഹാരസുഖത്തിൻ്റെ അനുഭവം, ഭാര്യാസംഗമം, കസ്തൂരി മുതലായ സുഗന്ധ വസ്തുക്കൾ, നല്ല ശയന സാമഗ്രികൾ, വിശേഷ വസ്ത്രങ്ങൾ എന്നിവ കൊണ്ടുള്ള സൗഖ്യാനുഭൂതിയും ഉണ്ടാവും. കർക്കിടക മാസത്തിൽ രോഗവും വഴിനടപ്പും വന്നുചേരും. ഗ്രാമാധികാരി എന്നുള്ള സ്ഥാനലാഭവും സുഖവും ഉണ്ടാവും. സാമ്പത്തിക അഭിവൃദ്ധി, രാജപ്രീതി, ആഗ്രഹ സാഫല്യം എന്നിവയും ഫലമായി വരും. ഇങ്ങനെ ഒരു വർഷ കാലയളവിൽ 1201 ആണ്ടിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള, അതായത് 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ കർക്കിടകം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പുണർന്ന നക്ഷത്രത്തിൻ്റെ 4-ാം പാദക്കാർക്കും പൂയ നക്ഷത്രക്കാർക്കും ആയില നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്നത്. ലഗ്നം കർക്കിടകം ആയിരിക്കുന്ന ജാതകക്കാർക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും വർഷത്തിൽ ഫലമായി വന്നിരുന്നത്. ഇവിടെ ഗ്രഹനിലയിലുള്ള ഗോചര ഫലമായിട്ടുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നും ദശ അപഹാര കാലഘട്ടത്തിൻ്റെ ദോഷാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുമൊക്കെ നല്ലൊരു ജ്യോത്സ്യനെ സമീപിച്ച് അവരുടെ ജാതകങ്ങൾ അവരവരാൽ തന്നെ നോക്കിപ്പിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഈ വർഷത്തെ, അതായത് 1201 ആണ്ടിലെ കർക്കിടക രാശിയിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.